ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൊഞ്ചുവടയാണ്. നാടൻ രീതിയിലുള്ള കൊഞ്ചുവട. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ആ കൊഞ്ചുവട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കൊഞ്ചുവട തയ്യാറാക്കാനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് ടൈഗർ പ്രോൺസ് ആണ്. ഏത് പ്രോൺസ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇതിപ്പോൾ ബ്ലാക്ക് ടൈഗർ പ്രോൺസ് എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു കറുത്ത കടുവയുടെ പുറത്തുള്ള ഒരു വരയുള്ള പോലെ ഉള്ളതുകൊണ്ടാണ് അതിനങ്ങനെ പറയണത്. ഏത് പ്രോൺസ് വേണമെങ്കിലും നമുക്കിതിന് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇത് കഴുകി വൃത്തിയാക്കി ഞാൻ കൊണ്ടുവരാം. അപ്പോൾ ഞാൻ എല്ലാം ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറുത് നല്ല എരിവുള്ളതാട്ടോ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 1 കപ്പ് നിറച്ച് ചെറിയുള്ളി, അതായത് ഒരു 30 ചെറിയുള്ളിയെങ്കിലും വേണം. ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള എടുക്കാം, എന്നാലും ടേസ്റ്റ് കൂടുതൽ ചെറിയുള്ളി കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ്. ഞാൻ ചെറിയുള്ളി കൊണ്ടും സവാള കൊണ്ടും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ടേസ്റ്റ് കൂടുതൽ എപ്പോഴും ചെറിയുള്ളി കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ്. ഇനി നമുക്ക് ഇതെല്ലാം ചതച്ചെടുക്കണം. ഒരു ചെറിയ കല്ലിലിട്ട് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ ചതച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് കല്ലിലിട്ട് അങ്ങനെ ചതച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൾസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനേ പാടുള്ളൂ കേട്ടോ. പേസ്റ്റ് പോലെ അരയാൻ പാടില്ല, ചതച്ചെടുക്കാനേ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ചതച്ചെടുത്തിട്ട് വരാം. ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ചതച്ചെടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് കൊഞ്ച് ചതച്ചെടുക്കണം. എന്നിട്ടത് ഇതിലേക്ക് മിക്സ് ചെയ്യണം. ഞാൻ ചതച്ചെടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് കൊഞ്ചും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റും കൂടെ മിക്സ് ചെയ്യാം. കൈകൊണ്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് അല്പം കോൺഫ്ലോർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ കോൺഫ്ലവർ ആഡ് ചെയ്യാതെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ആ കൊഞ്ചിൻ്റെയും പച്ചമുളക് ഇഞ്ചി വേപ്പിലയുടെ ഒക്കെ ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് ഇഷ്ടപ്പെടാം. അപ്പോൾ അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. കൊഞ്ചും നമ്മൾ ആ ചതച്ചെടുത്ത പച്ചമുളക് ഇഞ്ചി വേപ്പില മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഉള്ളിയും ഒക്കെ ഉള്ള ആ പേസ്റ്റിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് കേട്ടോ ഇതിന് ടേസ്റ്റ് കൂടുതൽ. ഇനി നമുക്ക് ചെയ്യേണ്ടത് കയ്യിൽ അല്പം എണ്ണ പുരട്ടിയതിന് ശേഷം ഇത് വട പോലെ പരത്തിയെടുക്കാം. അധികം കട്ടിയിൽ പരത്തിയെടുക്കരുത് കേട്ടോ. കണ്ടോ, ഇങ്ങനെ വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇതേപോലെ ഓരോന്നും ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് തയ്യാറാക്കാൻ. എന്നാലേ ഇതിൻ്റെ അകമൊക്കെ ശരിക്കും മൊരിഞ്ഞ് കിട്ടുള്ളൂ. നമ്മുടെ കൊഞ്ചുവട എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. നമ്മൾ വളരെ ഈസിയായി കൊഞ്ചുവട തയ്യാറാക്കിയില്ലേ. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇത് ചെമ്മീൻ കൊണ്ട് മാത്രമല്ല, ആവോലി, നെയ്മീൻ അങ്ങനെയുള്ള മീനുകൾ കൊണ്ടും ഇതേപോലെ നമുക്ക് വട തയ്യാറാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വടയാണ്. എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.